നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സീറ്റ് വിഭജന നാടകം തുടരുകയാണ്. ഫലത്തിൽ അവിടെ ഒരു മൂന്നാം മുന്നണി രൂപം കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ സഖ്യം പിളർന്ന് അതിൽ നിന്ന് പുറത്തുപോയ ഒരു കക്ഷിയാണ് ഈ മൂന്നാം മുന്നണിക്ക് അനൗദ്യോഗികമായെങ്കിലും രൂപം നൽകിയിരിക്കുന്നത്. അതായത് ഏപ്രിലിൽ NDA വിട്ടിട്ട് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്ന ഒരു പാർട്ടിയുണ്ട്, RLJP, രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. ഈ RLJPയുടെ നേതാവ് പശുപതി കുമാർ പരസ്. ഈ പശുപതി കുമാർ പരസിൻ്റെ നേതൃത്വത്തിലാണ് RLJP NDA മുന്നണി വിട്ട് ഇന്ത്യ സഖ്യത്തിൽ ചേർന്നത്. അവർ ചോദിച്ച സീറ്റുകൾ കിട്ടിയില്ല. അവർ പറഞ്ഞ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറായില്ല. അവിടെ കോൺഗ്രസിൻ്റെയും RJDയുടെയും സീറ്റ് വിഭജന ചർച്ച തന്നെ ആകെ അലങ്കോലമായിരിക്കുകയാണ്. ഇന്നലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ്, അതായത് നവംബർ 6 നടക്കുന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. എന്നിട്ട് പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ അവസാനം കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ RJD ആകട്ടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആണ് എന്ന കാര്യം ഒടുവിൽ ഉറപ്പിച്ചു. കോൺഗ്രസിനെ കൊണ്ടും അത് അംഗീകരിപ്പിച്ചു. ഗതികെട്ട് നാണം കെട്ട് കോൺഗ്രസ് അത് ഇന്നലെ അംഗീകരിക്കുന്ന കാഴ്ച ബീഹാറിൽ കണ്ടു. കോൺഗ്രസ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം MLAമാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അത് കോൺഗ്രസ് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരെന്നൊക്കെ അവർ തീരുമാനിച്ചിരിക്കും. പക്ഷേ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം MLAമാർ ചേർന്ന് ഇന്ന ആൾ മുഖ്യമന്ത്രിയാകും എന്ന് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ പതിവ്. ആ പതിവ് ആദ്യമായിട്ട് കോൺഗ്രസ് തെറ്റിച്ചു ബീഹാറിൽ. അവിടെ RJDയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റു പോംവഴികളൊന്നുമില്ലാതെ തേജസ്വി യാദവിനെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിനും ഉയർത്തിക്കാണിക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിലാണ് ഈ RLJPയുടെ കൊഴിഞ്ഞുപോക്ക്. RLJP കൊഴിഞ്ഞുപോയത് വെറുതെയല്ല, വലിയ രീതിയിൽ കോൺഗ്രസിനും RJDക്കും ഇന്ത്യ സഖ്യത്തിനും പരുക്കേൽപ്പിച്ചുകൊണ്ടാണ് RLJD പോയത്. ഈ പശുപതി കുമാർ പരസ് നിസ്സാരക്കാരനല്ല. സീമാഞ്ചൽ, മഗധ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. ധാരാളം മുസ്ലിം വോട്ട് ഉള്ള പ്രദേശങ്ങളാണിതൊക്കെ, ഈ സീമാഞ്ചലും മഗധയും. ഇവിടെ അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി, അതായത് AIAMIM, ആ പാർട്ടി, ആൾ ഇന്ത്യ മജ്ലിസ്, ആ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ തവണയും മത്സരിച്ച് ഈ കോൺഗ്രസിലേക്ക് പോകാൻ, ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമായിരുന്ന മുസ്ലിം വോട്ടുകളിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി. എന്നാൽ ഒവൈസിയെ ചർച്ചകൾ നടത്തി ഒവൈസിയുടെ കണ്ടീഷനുകൾ എന്താണെന്ന് മനസ്സിലാക്കി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി ഒവൈസിയെ കൂടെ നിർത്താൻ ഇന്ത്യ സഖ്യത്തിനോ രാഹുൽ ഗാന്ധിക്കോ തേജസ്വി യാദവിനോ ലാലു പ്രസാദിനോ ഒന്നും കഴിഞ്ഞില്ല. ഒവൈസി BJPയുടെ ആജന്മ വൈരി ആയതുകൊണ്ട് തന്നെ ഒവൈസി ഒരു കാരണവശാലും NDAയിൽ ചേരില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ആ ഒവൈസിയുടെ പാർട്ടിയുമായിട്ട് സഹകരിക്കാനാണ് പരസിൻ്റെ നീക്കം. RLJP ഈ സീമാഞ്ചൽ, മഗധ തുടങ്ങിയ മേഖലകളിൽ ഒവൈസിയുടെ പാർട്ടി AIAMIM മജ്ലിസ് പാർട്ടിയുമായിട്ട് സഹകരിച്ച് മത്സരിക്കും. ഏതാണ്ട് 20 മുതൽ 25 സീറ്റുകളിൽ വരെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. ഈ രണ്ട് പ്രദേശത്തെയും, ഈ രണ്ട് മേഖലകളിലെയും മുസ്ലിം വോട്ടിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ഇവർക്ക് കഴിയും. അത് ഇന്ത്യ സഖ്യത്തിന് വലിയ പരുക്ക് ഏൽപ്പിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു.
ഇനി ഇത് മാത്രമല്ല, RLJP മാത്രമല്ല, മറ്റൊരു പാർട്ടി VIP, വികാസ് ശീൽ ഇൻസാൻ പാർട്ടി. ഈ വികാസ് ശീൽ ഇൻസാൻ പാർട്ടി ബീഹാറിൽ അത്യാവശ്യം അവർക്ക് അവിടെ സ്വാധീനമുള്ള ഒരു ഗ്രൂപ്പാണ്. ആ പാർട്ടി അവരുടെ ഒരു നേതാവ് മുകേഷ് സഹാനി. ഈ മുകേഷ് സഹാനി ഇന്നലെ ഇന്ത്യ സഖ്യം വിടും എന്ന് പ്രഖ്യാപിച്ചു. അതും സീറ്റ് ചർച്ച. അവർ 30 സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് അവർ ചോദിച്ചത്. അത് കൊടുക്കാൻ തയ്യാറല്ല. കോൺഗ്രസും തയ്യാറല്ല, RJDയും തയ്യാറല്ല. ഒടുവിൽ അവർ ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ച അവസാനിപ്പിച്ച് ഇനി ബീഹാറിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ചയില്ല എന്ന് തീരുമാനിച്ച് അവർ രാഹുൽ ഗാന്ധിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അങ്ങനെ നേരിട്ട് സംസാരിച്ചെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കാൻ സാധിച്ചില്ല. അവരുടെ ആവശ്യങ്ങൾ രാഹുൽ അംഗീകരിച്ചില്ല. ഒടുവിൽ അവരും മുന്നണി വിടും എന്നൊരു പ്രഖ്യാപനം വന്നു. അവരുടെ നേതാക്കൾ ചിലരെങ്കിലും അത് പറഞ്ഞു. പക്ഷേ രാഹുൽ എന്തോ ഇടപെട്ട് നമുക്ക് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ മുന്നണിയിൽ പിടിച്ചു നിർത്തി. പക്ഷേ അവർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ്. അവർ ഒരു സീറ്റിലും മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുകേഷ് സാഹ്നി VIP പാർട്ടി, വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. സത്യത്തിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഇപ്പോഴില്ല. അവിടെ RJD ആണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. കോൺഗ്രസ് ഈ റാൻ മൂളിക്കൊണ്ട് അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ RJD എന്തു പറയുന്നോ, തേജസ്വി യാദവ് എന്തു പറഞ്ഞോ അതിനെല്ലാം റാൻ മൂളിക്കൊണ്ട് വായും പൊത്തി കോൺഗ്രസ് നിൽക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. സത്യത്തിൽ അവിടെ ഇന്ത്യ മുന്നണി ഇല്ല, RJD ആണ് മത്സരിക്കുന്നത്. RJDയുടെ നിഴലായിട്ട് കോൺഗ്രസ് അവിടെ ഒതുങ്ങി കൂടിയിരിക്കുന്നു. ഈ BSPയും SPയും ഒക്കെ അവിടെ 1-2 സീറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. അവർക്കൊന്നും അവിടെ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ജയിച്ചാൽ ജയിച്ചു എന്ന് പറയാം. അവർക്കൊന്നും അവിടെ ഒരു അത്ഭുതങ്ങളും കാണിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെ വികൃതമായി അലങ്കോലമായി ഇന്ത്യ സഖ്യം 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതായത് 121 മണ്ഡലങ്ങളിലേക്കാണ് നവംബർ 6-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 121 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയാതെ ഇന്ത്യ സഖ്യം ഉഴറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ എങ്ങനെയൊക്കെയോ സ്ഥാനാർത്ഥികളെ ഒക്കെ വല്ലച്ചാതീനോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചൊക്കെ നിർത്തി നോമിനേഷൻ കൊടുത്തു, നാമനിർദ്ദേശ പത്രിക കൊടുത്തു. NDA ക്യാമ്പിലാകട്ടെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അവർ വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച്, സ്ഥാനാർത്ഥി നിർണയം നടത്തി, സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് നോമിനേഷനും കൊടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ ചൂടുപിടിച്ചു. അവർ വളരെ സജീവമായി ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും വ്യക്തമല്ലാത്ത അവസ്ഥയിലാണ്. 121 മണ്ഡലങ്ങളിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. പക്ഷേ അവിടെ പോലും വളരെ കൃത്യമായിട്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്ത വണ്ണം അവിടെ വലിയ തിരിച്ചടി മുന്നണിക്ക് നേരിട്ടിരിക്കുകയാണ്. മുന്നണി തന്നെ പിളർന്ന് ഒരു വിഭാഗം ഒരു 3ാം മുന്നണി രൂപീകരിക്കുന്ന ഒരു മുസ്ലിം പാർട്ടിയുമായിട്ട് ചേർന്ന്, ഒവൈസിയുടെ പാർട്ടിയുമായിട്ട് ചേർന്ന് ഫലത്തിൽ 3ാം മുന്നണിയായിട്ട് മത്സരിക്കുന്നു. 2 കക്ഷികൾ തമ്മിൽ ചേരുമ്പോൾ അതൊരു മുന്നണിയാകും. മറ്റു പല സ്ഥലങ്ങളിലും അവർ മറ്റു പലരെയും പിന്തുണയ്ക്കും. ഉദാഹരണത്തിന് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്, അവരെ പിന്തുണയ്ക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൃത്യമായ പ്രഖ്യാപനം ഇവരുടെ ഭാഗത്തിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ NDA മുന്നണിയിലേക്ക് അവർ പോയിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന് അവരുടെ പിന്തുണയും കൊടുക്കില്ല എന്ന് വ്യക്തമാണ്. ഫലത്തിൽ ബീഹാറിൽ ഈ RJD നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം കച്ചി തൊടില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക NDAക്കാണ്. നിതീഷ് കുമാറും BJPയും JDUവും BJPയും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന NDA സഖ്യത്തിന് അതുകൊണ്ട് തന്നെ ബീഹാർ തൂത്തുവാരാൻ കഴിയും
ഏതാണ്ട് 243 സീറ്റുകളിൽ മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാൻ NDA സഖ്യത്തിന് സാധിക്കും എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ.